ഒരു വലിയ വെടിക്കെട്ട് ദുരന്തത്തിന് കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് കേരളം. തൃശ്ശൂർ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിൽ അതിൻ്റെ തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ട് തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടി അതിൻ്റെ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് നടത്തുന്ന വെടിക്കെട്ടിന് വേണ്ടി സാമഗ്രികൾ തയ്യാറാക്കിയിരുന്ന ഒരു സ്ഥലത്ത് പടക്ക നിർമ്മാണ ശാലയിലുണ്ടായ ഒരു വലിയ അപകടം. അതെങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 14 പേര് മരിച്ചു എന്നാണ് ഇപ്പോഴത്തെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്തുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് വന്നിട്ടുള്ളത്. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 500 മീറ്റർ ചുറ്റളവിനകത്ത് ഈ സ്ഫോടനത്തിൻ്റെ ഈ അപകടത്തിൻ്റെ പ്രകമ്പനം ഉണ്ടായെന്നും അതിൻ്റെ എഫക്ട്സ് ഉണ്ടായെന്നുമാണ് പറയപ്പെടുന്നത്. ഒരുപാട് ആളുകൾ മിസ്സിംഗ് ആണ് ഇപ്പോഴും. ഈ മരണസംഖ്യ ഇനിയും ഒരുപാട് കൂടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. എത്ര ആളാണ് അവിടെ ജോലി ചെയ്തിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. 40ഓളം പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിൽ 10-15 ആളുകൾ ഓടി രക്ഷപ്പെട്ടതായിട്ട് കണക്കുകളുണ്ട്. ഇനി തിരിച്ചറിയാത്ത മൃതദേഹം ഈ പറയുന്ന 14 എണ്ണം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട മരിച്ചു എന്ന് ഉറപ്പിക്കാവുന്ന, പക്ഷെ ഒരുപാട് ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൻ്റെ ഒരു ഉത്സവ ചരിത്രം എടുത്താൽ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ടും ഈ വെടിക്കെട്ട് എന്ന് പറയുന്ന ഒരു സംഗതി അതിനെ ആചാരവുമായിട്ട് ബന്ധപ്പെടുത്താറുണ്ട്. അതിനെ ആഘോഷത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണം എന്നുള്ള രീതിയിൽ ബന്ധപ്പെടുത്താറുണ്ട്. പക്ഷേ ഇതൊന്നും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടല്ല ഒരു കാലത്തും നടത്തിയിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. നമ്മൾ ഈ അപകടങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല മാധ്യമങ്ങളിലും പലതരം റിപ്പോർട്ടുകളാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ 100 കൊല്ലത്തെ ഒരു ചരിത്രം എടുത്ത 500ഓളം ആളുകൾ മരിച്ചതായിട്ട് പറയുന്നുണ്ട്. 800-ലേറെ അപകടങ്ങൾ ഇതുമായിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ ദുരന്തം ഈ വെടിക്കെട്ട് അപകടങ്ങളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ കൊല്ലം പരവൂരിലെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായിട്ടുള്ള അപകടമാണ്. 118 പേരാണ് അന്ന് മരിച്ചു പോയിട്ടുള്ളത്. 1 കിലോമീറ്റർ ചുറ്റളവിൽ പോലും മനുഷ്യരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. അത് ഉണ്ടായത് എങ്ങനെയാണെന്നുള്ള അന്വേഷണം നടന്നിട്ടുണ്ട്. ഗോപിനാഥൻ കമ്മീഷൻ അതിന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും അതിലുപയോഗിക്കുന്ന സൂക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ള വെടിക്കോപ്പുകളുടെ ഒരു അളവ് തൊട്ട് ഇപ്പോൾ 15 കിലോഗ്രാം ആണ് അവിടെ അനുവദനീയമായ ഒരു സംഗതി എന്നുണ്ടെങ്കിൽ 3500 കിലോഗ്രാം ആ വെടിക്കോപ്പുകൾ അതിനകത്ത് ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഇത്രയും മന്ദരമാണ് ഈ പറയുന്ന ഈ വെടിക്കോപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അത് ഒരു സ്ഥലത്തും ഈ പറയുന്ന അപകടം നടന്നിട്ടുള്ള ഒരു സ്ഥലത്തും നിഷ്കർഷിച്ചിട്ടുള്ള നിയമം, ഇന്ത്യൻ നിയമത്തിൽ പറയുന്ന പെസ നിയമവും എക്സ്പ്ലോസീവ് ആക്റ്റും ഒക്കെ പറയുന്ന തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പാലിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് നിയമം പാലനം സംബന്ധിച്ച നിഷ്കർഷ വരുന്ന സമയത്ത് ഒരേപോലെ രാഷ്ട്രീയ നേതൃത്വവും ഉത്സവ നടത്തിപ്പുകാരും ദേവസ്വം ബോർഡുകളും എല്ലാതരം ഉത്സവവും ഇതിനകത്ത് ഈ വെടിക്കെട്ട് നടത്തുന്നതിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല ഉള്ളത്, മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ ക്ഷേത്രങ്ങളിലുമൊക്കെ ഒരു ആചാരമോ അനുഷ്ഠാനമോ ഒക്കെ ഭാഗമായിട്ട് ഈ വെടിക്കെട്ട് എന്ന് പറയുന്ന ഒരു സംഗതി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രാഷ്ട്രീയം അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഒരു വലിയ ബിസിനസ് ലോകവും കൂടിയിട്ടായത് ആ പണത്തിൻ്റെ ഒഴുക്ക് അത് നടത്തുമ്പോഴും അതിൻ്റെ സംഘാടനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും മറിയുന്ന ഒരു വലിയ മാഫിയ സംഘങ്ങൾ തന്നെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇതിനെല്ലാം ആചാരത്തിൻ്റെ ഭാഗമായി കണക്കാക്കിയിട്ട് സത്യത്തിൽ അങ്ങനെ കണക്കാക്കുന്നതിലും ഒരു അർത്ഥമില്ല. കാരണം ഇതിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ വെടിക്കെട്ടെന്ന് പറയുന്നത് ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വന്നിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അത് ഇന്നത്തെ രീതിയിലുള്ള ആൾക്കൂട്ടമോ ഒക്കെ രൂപപ്പെടുമ്പോൾ അതിനനുസരിച്ച് വരുത്തേണ്ട മാറ്റങ്ങൾ, കാലോചിതമായ മാറ്റങ്ങളൊന്നും ഇതിനകത്ത് വരുത്തിയിട്ടുമില്ല എന്നുള്ളതാണ് ഈ അപകടങ്ങളുടെ വ്യാപ്തി കൂടുന്നത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഈ അപകടത്തിൽപ്പെടുന്ന മനുഷ്യരുടെ ഒരു ക്ലാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ദയനീയാവസ്ഥ നമുക്ക് മനസ്സിലാവുക. അപകടത്തിൽപ്പെടുന്നവരൊരിക്കലും ഈ ബിസിനസ്സിൽ പങ്കാളികളായ ആളുകളോ സേഫ് സോണിൽ വർക്ക് ചെയ്യുന്ന ആളുകളോ രാഷ്ട്രീയ നേതാക്കളോ ഈ ആചാരത്തിന് വേണ്ടി വാദിക്കുന്ന മനുഷ്യരൊന്നുമല്ല. ഈ പണിയെടുക്കുന്ന തൊഴിലാളികളായ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യരാണ് ഇതിൻ്റെ എല്ലാം ഇരകളായിട്ട് എല്ലാ കാലത്തും എല്ലാത്തരം
അപകടങ്ങളുടെയും ഇരകളെ ഇവര് നമ്പറുകളിൽ ഒതുങ്ങുന്നു എന്നുള്ളത്. ഈ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം സൂക്ഷിച്ചിരുന്നോ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. അതെ, ഇപ്പൊ ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൊതിച്ചോറിന്റെ എണ്ണം വെച്ചാണ് 40 പേര് എന്നുള്ള കണക്കിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. അതിന്റെ ഒപ്പം ഇന്നത്തെ പത്രങ്ങളിലും ഇന്നലത്തെ ടെലിവിഷൻ വാർത്തകളിലും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഭയാനകത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നത്, അന്ന് രാവിലെ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ ചാനലുകൾ പോയിട്ടുണ്ട്, പത്രങ്ങളുടെ റിപ്പോർട്ടർമാർ പോയിട്ടുണ്ട്. 1 മണിക്കൂർ മുമ്പത്തെ ചിത്രം എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്, 2 മണിക്കൂർ മുമ്പത്തെ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവരായിരിക്കാം അതിൽപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിയോ കണ്ണീർ കഥകളോ ആ ഫോട്ടോകളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കയ്യിലൊരു മാസ്കോ ഒരു ഫേസ് മാസ്കോ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ ഇവർ തന്നെ പറയുന്നുണ്ട്, ദൃക്സാക്ഷി വിവരണം പോലെ പറയുന്നുണ്ട്, 10ഓളം പടക്കശാലകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ പെസോ നിയമത്തിൽ പറയുന്ന ഒരു കാര്യം, ഈ ഇങ്ങനെയുള്ള ഷെഡ് പോലെ കെട്ടിയിട്ടുള്ള സ്ഥലത്തൊന്നും നടത്തേണ്ട സംഗതിയേ അല്ല ഇത്. തിരികള് കെമിക്കലിൽ മുക്കിയിട്ട് ഉണക്കിയെടുക്കുന്നത് ആ തിരികളിൽ കൂടെയാണ് പറയപ്പെടുന്നത്. ഈ ഇവ തമ്മിലുള്ള അകലത്തിന് നിഷ്കർഷയുണ്ട്, ഇത്ര മീറ്റർ ആയിരിക്കണം എന്നുള്ള നിയമവ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും പരിശോധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ റിപ്പോർട്ട് ചെയ്യപ്പോയ മാധ്യമങ്ങൾ പിറ്റേ ദിവസം കത്തിക്കേണ്ടിയിരുന്ന ഒരു ഹൃദയത്തിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഹൃദയ രൂപത്തിലുള്ള വെടിക്കെട്ട് സാമഗ്രികളെ പറ്റിയിട്ട് അതിന്റെ അമിട്ടിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അവിടെ നടന്ന നിയമലംഘനം എന്തുകൊണ്ട് ഇത്രയും ഇതിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല എന്നുള്ളതും ഒരു വിഷയമാണ്. പിന്നെ ഇങ്ങനെ സ്ഥലങ്ങളിൽ ഈ സംഭവം നടക്കുമ്പോൾ അനുമതിയില്ലാത്ത, ലൈസൻസ് ഇല്ലാത്ത കെട്ടിടത്തിലാണ് നടക്കുന്നത്. ഇതറിയുമ്പോൾ ഇൻസ്പെക്ഷനോ ഇത്തരത്തിലുള്ള അന്വേഷണമോ എന്തുകൊണ്ട് ജില്ലാ ഭരണകൂടം നടത്തിയില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇതൊന്നും ചോദിക്കപ്പെടുന്നില്ല. ഇപ്പോ നിയമപ്രകാരം ഒരു തരത്തിലുള്ള ലൈസൻസോ അനുമതിയോ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ മുണ്ടത്തിക്കോട് അപകടം ഉണ്ടായിട്ടുള്ളത് വളരെ വ്യക്തമാണ്. എന്നിട്ടും ഈ VS സുനിൽകുമാർ അടക്കമുള്ളവരൊക്കെ പറയുന്നത് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതെന്ന്. അതായത് ഒരു ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന പാടത്തിന്റെ നടുക്കുള്ള ഒരു തുരുത്തിലാണ് ഈ ഷെഡുകൾ, 6-7 ഷെഡുകളുള്ളത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചു എന്ന് അവകാശപ്പെടുക. നമുക്കറിയാം, ആ ഈ ഒരു 2-3 മണിക്കൂറിന് മുമ്പ് TV ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത വിഷ്വലുകളിൽ നിന്ന് അറിയാം, ഏറ്റവും അപകടകരമായ രീതിയിൽ മനുഷ്യന്മാർ വെടിമരുന്ന് അപകടമായ ചൂടിലിരുന്നിട്ട് ഇത് കൈകാര്യം ചെയ്യാണ്. അതിൽ തന്നെ വളരെ വളരെ വ്യക്തമാണ്. ഇപ്പൊ ഈ സ്ഫോടക വസ്തു നിയമത്തിൽ പറയുന്നത് കളക്ടറുടെയും സ്ഫോടക സുരക്ഷാ അതോറിറ്റിയുടെയും അനുമതിയും ലൈസൻസുമുള്ള ഫാക്ടറി ഷെഡുകളിൽ വേണം ഇത് മിക്സ് ചെയ്യാനാണ്. ഈ ഷെഡുകളിൽ തമ്മിൽ പറഞ്ഞ പോലെ നിയമപ്രകാരമുള്ള കൃത്യമായിട്ടുള്ള അകലങ്ങൾ വേണം. പക്ഷെ ഇവിടെ പറഞ്ഞത് ഒരു പരമ്പരാഗതമായ രീതിയിലാണ് ഇപ്പൊ വെടിക്കെട്ട് ഇതിന്റെ അതെന്ന് വെച്ചാൽ അതൊരു വിശ്വാസപരവും ഹിന്ദു മതാചാര പ്രകാരമുള്ള ഒരു ആചാരമായിട്ട് ഫിക്സ് ചെയ്യുകയും അതിനെ ആ പരമ്പരാഗതമായ രീതിയിൽ നിന്ന് മാറ്റാതെ പരമ്പരാഗതമായ രീതിയാണ് കൃത്യമായ രീതി എന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടായിരിക്കണം നേരത്തെ മനില പറഞ്ഞ TV ചാനലുകൾക്ക് അതൊരു നിയമലംഘനമായിട്ട് തോന്നാത്തത്. അപ്പൊ ഈ കഴിഞ്ഞ ഈ വെടിക്കെട്ട് അപകടങ്ങളുടെ ഒരു നീണ്ട ചരിത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ ഒരു 50 വർഷത്തിനുള്ളിൽ മരിച്ചവരുടെ എണ്ണം 367 ലഭ്യമായ കണക്കുകൾ പ്രകാരം. അത് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും, കൃത്യമായിരിക്കാൻ വഴിയില്ല. 50 വർഷത്തിൽ 367 മരണങ്ങൾ ഉണ്ടായി. അതിൽ 212 മരണങ്ങളും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ 25 വർഷത്തിനുള്ളിലാണ്. അതായത് ലോജിക്ക് അനുസരിച്ച് ശരിക്കും ഇത് നിയമങ്ങൾ കർശനമാകുന്നു, ഉത്സവങ്ങൾ കൂടുതൽ ജനകീയമാകുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ശരിക്കും ഇതുപോലുള്ള ചട്ടങ്ങൾ കർശനമാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപകടങ്ങൾ കുറയാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ഉത്സവങ്ങളുടെ, അതായത് എല്ലാ ആരാധനാലയങ്ങളിലുമുള്ള ഉത്സവങ്ങളുടെ സ്വഭാവം ഇതുപോലെയുള്ള നിയമലംഘനങ്ങളുടേതായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ ഉത്സവങ്ങളും ശരിക്കും നിയമലംഘനോത്സവങ്ങളായിട്ട് ഈ ആചാരങ്ങളുടെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സുരേഷ് ഗോപി മുതൽ VS സുനിൽകുമാറും ജയരാജനും വരെയുള്ള ആ ഒരു ഭരണകൂടത്തിന്റെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരൊറ്റ അഭിപ്രായത്തിലാണ് വിശ്വാസത്തിനെ കുറിച്ചിട്ടും ആചാരങ്ങളെ കുറിച്ചും പൂരത്തിന് സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചും സംസാരിക്കുക. അവരൊരിക്കലും ഈ നിയമം കർശനമാക്കുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ കുറേയും കൂടിയും ആധുനികമായിട്ടുള്ള രീതിയിൽ പുരോഗമനമായ രീതിയിൽ ഇതിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടോ ഒന്നും സംസാരിക്കില്ല. ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത എന്തോ സംഗതിയാണ് വെടിക്കെട്ട് വേണ്ട എന്ന് കൃത്യമായിട്ട് ധൈര്യത്തോടെ പറയാനുള്ള ഒരു ആർജവം തൃശ്ശൂരിൽ നിന്ന് ഒരാളുടെ ശബ്ദത്തിൽ നിന്ന് പോലും ഉണ്ടായിട്ടില്ല. വെടിക്കെട്ട് വേണ്ട എന്നുള്ളത്. വെടിക്കെട്ട് നോക്കട്ടെ, നാളെ ദേവസ്വം ബോർഡുകളുടെ മീറ്റിംഗ് ഉണ്ട്, നോക്കട്ടെ, ആലോചിക്കട്ടെ എന്നൊക്കെയാണ് ഇപ്പോഴും പറയുന്നത്. ഇത്രയും ആ മനുഷ്യന്മാരുടെ ശരീരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പോലും ഒരാർജവത്തോടെ സംസാരിക്കാനുള്ള ഒരു യുക്തി നഷ്ടപ്പെട്ട ഒരു നേതൃത്വത്തിനെയാണ് തൃശ്ശൂര് പൂരത്തിന് മുൻപിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇപ്പൊ ഈ കൊല്ലത്ത് 2016 പുറ്റിങ്ങൽ അപകടത്തോടു കൂടിയാണ് കേരളത്തില് ഈ വെടിക്കെട്ട് നിരോധനം എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ തരത്തിലെങ്കിലും ഒരു ചർച്ചയൊക്കെ ഉണ്ടായത്. ആ സമയത്ത് ഇപ്പോ അന്ന് ഉമ്മൻചാണ്ടി പ്രായോഗികമല്ല എന്നുള്ളൊരു സ്റ്റാൻഡായിരുന്നു പറഞ്ഞത്. അന്ന് AK ആന്റണിയാണ് ഒരു ചർച്ചയ്ക്കെങ്കിലും തുടക്കമിട്ടിരുന്നു ആ ഘട്ടത്തിൽ. അതായത് വെടിക്കെട്ട് എന്തുകൊണ്ട് നിരോധിച്ചുകൂടാ, നമ്മുടെ മതമേലധ്യക്ഷരും സാംസ്കാരിക പൊതുപ്രവർത്തകരും എല്ലാവരും ചേർന്ന് അത്തരത്തിലൊരു സാധ്യത എങ്കിലും ചർച്ച ചെയ്ത്. പക്ഷെ പിന്നീട് 2008 ഈ എക്സ്പ്ലോസീവ് അമെന്റ്മെന്റ് ബില്ല് അത് 2024 വന്നപ്പോ അമെന്റ് ചെയ്ത് വന്നപ്പോ വീണ്ടും ഇതുപോലെ ഇതിന് കർശനമായ നിയന്ത്രണങ്ങൾ, ഇപ്പൊ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ് അതില് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പക്ഷെ ആ ഘട്ടത്തില് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ K രാജൻ, ഇവരൊക്കെ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത് ഇത് പ്രായോഗികമല്ല, ഇത് അതായത് പൂരത്തിനെതിരായുള്ള ദേശീയ ഗൂഢാലോചന എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. അതായത് 100 മീറ്റർ പരിധിക്ക് അപ്പുറത്ത് വെടിക്കെട്ട് നടത്തുന്നത് ബാരിക്കേഡ്സ് വേണം, അത് പറ്റില്ല. അതായത് 45 മീറ്റർ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആ രീതിയിലായിരുന്നു കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അത് 60 മീറ്ററോ 70 മീറ്ററേ നടക്കുകയുള്ളൂ. തെക്കിൻകാട് മൈതാനത്ത് നടക്കുമ്പോൾ അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് പ്രായോഗികമായ ഒരു ബദൽ ആലോചിക്കുന്നതിന് പകരം വെടിക്കെട്ട് എന്താ പറയാ, ഈ പാരമ്പര്യത്തിന്റെയും അല്ലെങ്കിൽ ആചാരത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് നമുക്ക് നടത്താതിരിക്കാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ നമ്മുടെ വെടിക്കെട്ട് അപകടങ്ങളുടെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാലും കൂടുതലും വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതായത് ഉത്സവങ്ങളോടനുബന്ധിച്ച് കൃത്യമായ വെടിക്കെട്ട് നടക്കുന്ന സമയത്തല്ല കൂടുതലും. അതായത് പലപ്പോഴും നടന്നിട്ടുള്ളത് ഇതുപോലെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെ ഏത് തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് ഇപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലും നമ്മളത് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. അതാണ് ഇപ്പൊ ജുഡീഷ്യൽ കമ്മീഷനും 14 ലക്ഷം രൂപ ധനസഹായവും ഇതിനോടൊപ്പം അത് ഓക്കെയാണ്, അത് അവർക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ തന്നെയാണ്. പക്ഷെ ഈ ഇതുപോലുള്ള നിയമം കർശനമാക്കുന്ന ഒരു വാക്ക് പോലും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, വ്യാജമായിട്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ പാലിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചില്ല എന്ന് അറിയില്ല എന്നാണ് ആ അപകടം നടന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവിടെ എത്തി VS സുനിൽകുമാർ പറയുന്നത്. അതെന്തൊരു വിരോധാഭാസം എന്നാണ് വിചാരിക്കുന്നത്. ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഒഴിഞ്ഞ് കുറച്ച് ദൂരത്തുള്ള ഒരു സ്ഥലത്തായി കഴിഞ്ഞാൽ അത് വളരെ സുരക്ഷിതമാണ്. എന്നിട്ട് പോലും 500 വീടുകളുടെ ജനൽ ചില്ലുകൾ പൊട്ടുകയും മേൽക്കൂര തകരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് 500 മീറ്ററിലുള്ള 50ഓളം വീടുകളിലെന്നാണ് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ള കുട്ടികൾക്ക് ഇവര് ജനൽ ചില്ല് പൊട്ടിയിട്ടൊക്കെ കാലുമുറിയൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഒരു പരിഹാസ്യത നമ്മുടെ മുൻപിലുണ്ട്. ഈ പുറ്റിങ്ങൽ അപകടം ഉണ്ടായപ്പോ ഉമ്മൻചാണ്ടി സർക്കാരാണ് ആദ്യമായിട്ട് ജസ്റ്റിസ് N കൃഷ്ണൻ നായരുടെ പേരിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചു. 6 മാസമാണ് അതിന്റെ കാലാവധി കൊടുത്തത്. ഈ 6 മാസം ഒരു വണ്ടി പോലും വിട്ടുകൊടുക്കാതെ ആ പ്രവർത്തനത്തിന് ആ കമ്മീഷനെ ഫ്രീസ് ചെയ്യുന്ന രീതിയിൽ വെക്കുകയും ഒടുവിൽ ആ കമ്മീഷൻ ജസ്റ്റിസ് N കൃഷ്ണൻ നായർ രാജിവെച്ച് പോവുകയും ചെയ്തതാണ്. അതായത് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്ര ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്താതെ രാജിവെച്ച് പോകുന്നത്. പിന്നീടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നപ്പോൾ ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷൻ വരുന്നത്. 5000-ഓളം പേജുള്ള റിപ്പോർട്ടാണ് ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ മേശപ്പുറത്തുള്ളത്. അതുപോലെ അതിൽ പറയുന്ന സംഗതികൾ ഇപ്പോ നമ്മൾ ആവർത്തിക്കുന്ന സംഗതികളാണ്. അതായത് ഈ ഷെഡുകൾ തമ്മിലുള്ള അകലം, പിന്നെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന സംവിധാനം വേണം, അതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നിയമത്തിലുള്ള ഓൾറെഡി ഉള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ മാത്രമാണ്. അത് കർശനമാക്കിയാൽ മാത്രം കുറെ മാറ്റം ഉണ്ടാവും എന്നുള്ള ഒരു നിർദ്ദേശം. ഇപ്പൊ ഇന്ന് നമ്മുടെ രമേശ് ചെന്നിത്തല ഈ ഗോപിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് കർശനമായിട്ട് നടപ്പാക്കുന്ന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അടക്കമുള്ള ഭരണ നേതൃത്വങ്ങളാണ് ഈ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ ഈ ഫ്രീസ് ചെയ്ത് വെക്കുന്നതിൽ നേതൃത്വം കൊടുക്കുന്ന വേറൊരു കാര്യം. 2024 കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. അതായത് 2008 സ്ഫോടക വസ്തു നിയമത്തിലെ ഭേദഗതി വരുത്തിയിട്ടാണ് കുറെ കൂടി കർശനമാക്കുന്ന നിയമം. അതിൽ വളരെ കൃത്യമായിട്ട് കുറെ കർശനമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതായത് വെടിക്കെട്ട് പുരയിൽ നിന്ന് 200 മീറ്റർ അകലത്തിലെ വെടിക്കെട്ട് നടത്താവൂ. പിന്നെ ഈ പറഞ്ഞ പോലെ 100 മീറ്റർ, അതായത് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്നുള്ള ബാരിക്കേഡിൽ നിന്ന് 100 മീറ്റർ അകലം വേണം ആളുകളെ നിർത്താൻ. അപ്പൊ അന്ന് പറഞ്ഞ സംഭവം വെച്ചാല് തൃശ്ശൂര് സ്വരാജ് റൗണ്ടിൽ പോലും വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും ഈ നിയമം പാലിച്ചാൽ എന്നാണ്. 45 മീറ്ററാണ് അകലുണ്ടായിരുന്നത്. അതുപോലെ കാറ്റിന്റെ വേഗത്തിനെ കുറിച്ച് പോലും ആ ഭേദഗതിയിലുണ്ട്. 50 മീറ്ററിൽ കൂടുതൽ കാറ്റിന്റെ വേഗം ഉണ്ടെങ്കിൽ
വെടിക്കെട്ട് നടത്താൻ പാടില്ല. അതുപോലെ ആശുപത്രി, സ്കൂളുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ജില്ലാശുപത്രി എവിടെയാണെന്ന് അറിയാം, തൃശ്ശൂര്. ജില്ലാശുപത്രി മാത്രമല്ല, തൃശ്ശൂർ റൗണ്ടിലും അതിനോടനുബന്ധിച്ച് 8-9 ആശുപത്രികളുണ്ട്. പ്രസവങ്ങൾ നടക്കുകയും ഓപ്പറേഷൻ നടക്കുകയും ചെയ്യുന്ന ആശുപത്രികളുള്ള സ്ഥലം. ആ സമയത്ത് ഇവരെയൊക്കെ ഒഴിപ്പിക്കുകയാണ് സാധാരണ പതിവ്. അതുപോലെ ഈ നിയമം വന്നപ്പോഴേ തൃശ്ശൂർ പൂരത്തിനെതിരെയുള്ള ഗൂഢാലോചന എന്നുള്ള രീതിയിലാണ് എല്ലാവരും, അതായത് എല്ലാ പാർട്ടികളും UDF-ഉം LDF-ഉം സർക്കാരും ഒക്കെ ഒന്നടങ്കം പൂരത്തിനെതിരെ ശിവകാശി വെടിമരുന്ന് ലോബിയുടെ ഗൂഢാലോചന എന്നാണ് VS സുനിൽകുമാറിനെ പോലും മന്ത്രി K രാജനെ പോലുള്ളവരൊക്കെ പറഞ്ഞത്. അത് ദേവസ്വം ബോർഡിന്റെ ആരോപണമായിരുന്നു. അത് ഇവര് ഏറ്റെടുക്കുകയാണ് പിന്നീട് ചെയ്തത്. അതായത് ശിവകാശിയിൽ നിന്നുള്ള ശബ്ദം കുറഞ്ഞ പടക്കങ്ങൾ ഇവിടെ ധാരാളമായിട്ട് ഇറക്കുമതി ചെയ്തിട്ട് പൂരത്തിന്റെ വെടിക്കെട്ടിനെ അട്ടിമറിക്കാനുള്ള സംഭവമാണ്. ഇതിനെതിരെ ഈ നിയമത്തിനെതിരെ സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത് വെടിക്കെട്ട് സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണെന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ടിന് ഒരു 100 വർഷത്തെ കുറഞ്ഞ ഒരു ചരിത്രമേ ഉള്ളൂ. അത് ഹിന്ദു വിശ്വാസപ്രകാരമോ ആചാരപ്രകാരമോ ഉള്ള ഒരു സംഭവമല്ല എന്ന് വിശ്വാസത്തിന്റെ അകത്ത് ക്ഷേത്രാചാരങ്ങൾ പിന്തുടരുന്നവർ തന്നെ പലപ്പോഴും ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെയും എന്തുകൊണ്ടാണ്, ആർക്കാണ് ശാഠ്യം ഇത് ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാക്കണമെന്നുള്ള ശാഠ്യം ആർക്കാണെന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. ഇത്തരം ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ലാതെ നിയമത്തോടൊപ്പം ഈ വെടിക്കെട്ടിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യാജമായിട്ടുള്ള ഒരു യുക്തിയുണ്ട്. അത് വിശ്വാസമുണ്ട്, രാഷ്ട്രീയമുണ്ട്, അതില് കക്ഷി രാഷ്ട്രീയമുണ്ട്, അതുപോലെയുള്ള കപടമായിട്ടുള്ള ഇഷ്ടംപോലെ ഈ വ്യാജ യുക്തികളെ കൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഒരു വലിയൊരു മാഫിയ സംവിധാനമാണ് ഈ വെടിക്കെട്ട് എന്നുള്ളത്. അപ്പൊ അതിനെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടല്ലാതെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ടോ നഷ്ടപരിഹാരം കൊണ്ടോ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. സത്യത്തില് ഇതിന് ഒരുപാട് ബദൽ മാർഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ലോകത്തെമ്പാടും ഈ ഫയർ വർക്സ് എന്ന് പറയുന്നത് ഒരു കലാരൂപമായിട്ട് വികസിച്ച് വന്നിട്ടുണ്ട്. സത്യത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഗൾഫ് നാടുകളിലാണെങ്കിലും ഒക്കെ അതിമനോഹരമായിട്ട് എങ്ങനെ ഫയർ വർക്സിന്, ഇപ്പോൾ ചൈനയിൽ, ജപ്പാനിലൊക്കെ എല്ലാവിടെയും ഫയർ വർക്സിനെ എങ്ങനെ മനോഹരമായ ആർട്ടാക്കി മാറ്റാം എന്നുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതിന് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. ശബ്ദ മലിനീകരണമോ അന്തരീക്ഷ മലിനീകരണമോ ഒന്നുമില്ലാത്ത രീതിയിൽ ഇതിനെ ഉപയോഗിച്ച തെളിവുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോഴാണ് ഇവിടെ വളരെ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ ഈ വെടിമരുന്ന് കുഴയ്ക്കുകയും വെടിമരുന്ന് നിറയ്ക്കുകയും എന്തിനേറെ ഈ ഇലക്ട്രിക് ഇഗ്നിഷൻ ലൈറ്റ് ഉപയോഗിക്കാനുള്ള നിർദ്ദേശം പോലും പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അവിടെ പോയി കത്തിച്ച് ഇഷ്ടംപോലെ അപകടങ്ങളൊക്കെ നടക്കുന്നത് ഈ പ്രാകൃതമായിട്ടുള്ള രീതി പിന്തുടരും. എന്തൊക്കെ ലോകം മുഴുവൻ പുരോഗമിക്കുന്നുണ്ട്, ഡിജിറ്റലൈസ് ചെയ്യുന്നുണ്ട്, സംഗതികളെല്ലാം മാറുന്നുണ്ട്. അപ്പോൾ പോലും താരതമ്യേന ചെലവ് കുറഞ്ഞ ആളുകൾക്ക് മുഴുവൻ പങ്കെടുക്കാവുന്ന എല്ലാ മനുഷ്യരുടെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താവുന്ന അപകട സാധ്യത തീരെ കുറഞ്ഞ ബദൽ മാർഗങ്ങളുള്ളപ്പോൾ എന്തിനാണ് ഇത്തരം ഒരു സംഗതിനെ മാറ്റി ചിന്തിക്കാൻ പറ്റാത്തത്? ഇതിനകത്തൊരു വന്യമായിട്ടുള്ളൊരു ഉന്മാദത്തിന്റെ എലമെന്റും കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരെന്നുള്ള രീതിയിൽ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഒരു ഉന്മാദത്തിൻ്റെ, തിരുവമ്പാടിയുടെ ആണോ പാറമേക്കാവിൻ്റെ ആണോ ഏറ്റവും ഒച്ചത്തിപ്പിട്ടി, അവരുടെ കൂട്ടപ്പൊരിച്ചിലാണോ ഗംഭീരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള സംസാരം, മാധ്യമങ്ങൾ അതിനെ ഭയങ്കരമായിട്ട് പൊലിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഇവരാരും നിയമത്തിനെ പറ്റിയിട്ട് ഇതാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ക്ലാസ്സേ ഇതിനകത്ത് പെടാതെ പോകുന്നു. ഈ അപകടങ്ങളെല്ലാം കാലക്രമേണ വെറും നമ്പറുകളായിട്ട് മാറുകയും നമുക്കറിയാത്ത, നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്ത, ഒരു മിഡിൽ ക്ലാസ്സിനെയോ അപ്പർ മിഡിൽ ക്ലാസ്സിനെയോ ദൈനംദിന ജീവിതത്തെ ബാധിക്കാത്ത വിദൂരത്തിൽ നടക്കുന്ന നമ്മളറിയാത്ത ആ പത്രങ്ങൾ ആ കാലത്ത് വേണമെങ്കിൽ കുറച്ച് പേരുകൾ വരികയായിരിക്കും. വെറും മൃതദേഹ ഭാഗങ്ങളായി മാത്രം കടാവർ നായകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന, തെരഞ്ഞു കണ്ടുപിടിക്കേണ്ട മൃതദേഹ ഭാഗങ്ങൾ മാത്രമായിട്ട് മാറുന്ന മനുഷ്യരുടെ ഒരു ഗതികേടും കൊണ്ട് അതെ. പുറ്റിങ്ങൽ അപകടത്തിലൊന്നും നോക്കിയാൽ അറിയാൻ പറ്റും ഈ പ്രശ്നം. അതായത് 10 വർഷമായി ഇപ്പോഴും വിചാരണ തുടരുകയാണ്. ഇപ്പൊ തുടങ്ങിയിട്ട് വിചാരണ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മരിച്ച മനുഷ്യർക്ക് നിയമപ്രകാരം അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം നീതി എന്നൊക്കെ പറയുന്നത് എത്രയോ കുടുംബങ്ങള് 100-500 വീടുകളാണ് നശിച്ചു പോയിരിക്കുന്നത്. അതിനൊക്കെയുള്ള നഷ്ടപരിഹാരം എന്താണ്? ഈ മരിച്ചുപോയ മനുഷ്യന്മാരുടെ കുടുംബങ്ങള് എങ്ങനെ ജീവിക്കുന്നു? അതായത് നിയമപ്രകാരമുള്ള ഒരു ലൈസൻസോ ഇതിനൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ലാത്തൊരു സ്ഥലത്താണല്ലോ ഈ അപകടത്തിൽ മരിച്ച ഒരാളുടെ സുഹൃത്തിന്റെ ഒരു ബൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നത് ഈ ഒരു വർഷം കൂടി കഴിഞ്ഞാല് ഇവൻ ഇത് നിർത്തുമെന്ന് എന്നോട് പറഞ്ഞു. അയാൾ ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. അതായത് അത്രത്തോളം അപകടകരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു അപ്പോ കിട്ടുന്ന ഒരു പണത്തിന് വേണ്ടി. അപ്പൊ മനുഷ്യരുടെ ദാരിദ്ര്യാവസ്ഥനെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഗതികേടിനെ, ജീവിതാവസ്ഥകളെ, പിന്നെ ഒരു താല്പര്യവും ഈ പറഞ്ഞതുപോലെ ഇതുമായിട്ട്
ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന ഒരു കാലക്രമത്തിൽ ഉണ്ടാവുന്ന ഈ ആനയോടുള്ള സ്നേഹം മാതിരി തന്നെയാണ് ഈ പറയുന്ന വെടിക്കെട്ടിനോടുള്ള സ്നേഹം. അതിനൊരു ഉന്മാദത്തിന്റെ സംഗതിയും കൂടെ ഉണ്ട്, ഒരു മാനസികാവസ്ഥയും കൂടി ഉണ്ട്. സത്യത്തിൽ ഇതിനെയൊക്കെ ശീലം കൊണ്ട് മറികടക്കാവുന്നതോ ഈ പറയുന്ന ജനത്തിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ ഇപ്പൊ പുറ്റിങ്ങൽ അപകടം നടന്ന സമയത്ത് തന്നെ അതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു തൃശ്ശൂർ പൂരം നടക്കേണ്ടിയിരുന്നത്. ഒരു അമിട്ട് പോലും മാറ്റി വെച്ചില്ല തൃശ്ശൂർ ദേവസ്വം ബോർഡുകൾ എന്നുള്ളത് അന്ന് വലിയ ചർച്ചാ വിഷയമല്ല. അതിന്റെ ഒരു പകിട്ട് കുറയ്ക്കാനോ അതിന്റെ ശബ്ദത്തിൽ കുറച്ച് കുറവ് വരുത്താനോ അതിന്റെ കാരണം എന്താ, അതെല്ലാം ഉണ്ടാക്കി വെച്ചൊരു വലിയ ബിസിനസ്സാണ്. ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം ബോർഡിന്റെ ആള് പറയുന്നുണ്ട് ഇപ്രാവശ്യം വെടിക്കെട്ട് നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. കാരണം അത് മുഴുവനും മനുഷ്യന്മാർ ഇത്രയധികം മരിച്ചുപോയ സ്ഥിതിക്ക് ഇനി അപ്പുറത്ത് ഒരു വെടിക്കെട്ട് നടത്തുന്നുള്ള ക്ലെയിം ഒന്നും ഉന്നയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന ഒരു ബദൽ മാർഗത്തെ കുറിച്ച് ആലോചിക്കാനോ ഇത്തവണയെങ്കിലും വെടിക്കെട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരു ആർജവത്തോടുള്ള തീരുമാനം എടുക്കാൻ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും ദേവസ്വം ബോർഡുകൾക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ബദൽ മാർഗത്തിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ള നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണെന്ന് പറയേണ്ടി വരും. അതായത് വെടിക്കെട്ടിനെ വിശ്വാസവുമായിട്ട് ആചാരവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്, നിയമമായിട്ടല്ല. അതെ, അതിന്റെ നിർമ്മാണം മുതൽ അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ സ്ഥലം, അവരുടെ അവകാശങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ തൊഴിലവകാശങ്ങളുടെയും തൊഴിൽ സ്ഥലങ്ങളുടെയും നിയമപ്രകാരമുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ കവിഞ്ഞ് ഇത് പരമ്പരാഗതമായ രീതിയിലും ആചാരപ്രകാരവും നടക്കുന്ന ഒരു സംവിധാനമായിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് വിശ്വാസവും ആചാരവും കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ നിയമങ്ങളും കണ്ണടയ്ക്കും. ഇപ്പൊ നീതിന്യായ സംവിധാനങ്ങളടക്കം നിയമത്തില് ഇപ്പൊ ഹൈക്കോടതിയിലൊക്കെ നിരോധന ഉത്തരവ് ആ സമയത്തുണ്ടായിരുന്നു. ഇപ്പോ സെൻകുമാറിന്റെ റിപ്പോർട്ടിലാണ്, കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടില് വെടിക്കെട്ടുകൾ നിരോധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി സമർപ്പിച്ചിരുന്നു. പക്ഷെ അത്തരം നിർദ്ദേശങ്ങളും അന്വേഷണങ്ങളൊക്കെ നീതിന്യായ സംവിധാനങ്ങളുടെ മുന്നിലുള്ളപ്പോൾ കൂടിയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ നിയമങ്ങളുടെ പഴുതുകളിലൂടെ ഇത്രയും വലിയ നിയമലംഘനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരം മാത്രമല്ല, നെന്മാറ വല്ലങ്ങി വേല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന, അതിനോടനുബന്ധിച്ച് നടക്കുന്ന വലിയ വലിയ വെടിക്കെട്ടുണ്ട്. അതിനൊക്കെ ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകർ, ഉത്രാളിക്കാവ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകര്, ഭരണകൂട സംവിധാനങ്ങൾ, ജില്ലാ ഭരണകൂടം, അതൊക്കെ വലിയൊരു ഒരു നിയമ സംവിധാനത്തിലല്ല അതിനെ ഫേസ് ചെയ്യുന്നത്. അതൊരു വലിയ ആചാരപരമായിട്ടുള്ള ജനങ്ങളുടെ വികാരം എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ പോലും തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി പറയുന്നത് ജനവികാരം മാനിച്ച് തീരുമാനിക്കുന്ന, ജനവികാരം മാനിച്ചിട്ടല്ല തീരുമാനിക്കേണ്ടത്, നിയമം പാലിക്കാൻ വേണ്ടത്. നിയമം പാലിച്ചു കഴിഞ്ഞാല് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ട് നടത്താൻ പറ്റില്ല. ആ തരത്തിലുള്ള തീരുമാനമാണ് സർക്കാർ മുന്നോട്ട് വെക്കേണ്ടത്. അതിന് പകരം ഇപ്പോഴും അതെ ജനവികാരം മാനിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യും. അതുപോലെ നമ്മുടെ കാലാവസ്ഥയോ ജീവിത സാഹചര്യങ്ങളോ അനുസരിച്ചുള്ള പ്രായോഗികമായ ഒരു ചിന്തയോ ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് കനത്ത ചൂടിലൂടെയാണ്. ഇപ്പൊ നെന്മാറ വല്ലങ്ങി ആയാലും അതുപോലെ തന്നെ ഇപ്പൊ തൃശ്ശൂർ പൂരമൊക്കെ കേരളത്തിൽ നടക്കുന്നത് കടുത്ത ചൂടുള്ള കാലത്താണ് എക്കാലത്തും. അപ്പൊ അതിലൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രായോഗികമായ ഒരു മാറ്റം വരുത്താൻ പറ്റൂ എന്നുള്ളൊരു ആലോചന പോലും ഒരു ഭാഗത്തൊന്നും നടക്കുന്നില്ല. ഇതിനോടനുബന്ധിച്ചിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ആനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന അതികഠിനമായിട്ടുള്ള നിയമലംഘനങ്ങൾ എന്ന് പറയുന്നത്. എത്രയോ കാലമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളും അല്ലാതെ ആളുകളുടെ ആവശ്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആചാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള നിയമലംഘനങ്ങളാണ് സത്യത്തിൽ കാട്ടാന നാട്ടാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർതിരിവ് വിചിത്രമായി നിലനിൽക്കുന്ന ഒരു നാടാണ് കേരളം. എന്തർത്ഥത്തിലാണ് നാട്ടാന എന്ന് പറയുന്നതെന്ന് ശാസ്ത്രീയമായിട്ട് ആലോചിച്ചാൽ ഒരു ഡിഫറൻസും ഇല്ല. കാട്ടില് ജീവിക്കുന്ന അതിനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അതിക്രൂരമായിട്ടുള്ള മുറകളിലൂടെ പരിശീലിപ്പിച്ചു എന്നുള്ള വ്യാജേന പീഡിപ്പിച്ച് ഇതിന്റെ ദേഹത്ത് മുഴുവൻ മുറിവുകൾ ഉണ്ടാക്കി ഒരു വന്യജീവൻ, ഒരു ജൈജാന്റിക് ആയിട്ടുള്ള ഒരു ജീവിയെ മെരുക്കിയെടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇതേപോലെ 4 കൂച്ചുവിലങ്ങൊക്കെ ഇട്ടിട്ട് ഉത്സവങ്ങൾക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ഒരു 2018 മുതൽ 23 വരെയുള്ള ഒരു കണക്ക് മാത്രം എടുത്ത 138 ആനകളാണ് കേരളത്തില് ചത്തുപോയിട്ടുള്ള, ചെരിഞ്ഞിട്ടുള്ള, പീഡിപ്പിച്ചു കൊന്നിട്ടുള്ള. അത് ചെറിയ നമ്പർ അല്ല. അത് ഇപ്പോ കേരളത്തിലുള്ള ആനകളുടെ എണ്ണം എന്ന് പറയുന്നത് 342.
നാട്ടാന എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കാട്ടാനകൾ തന്നെ. ഇതൊരു ഉത്സവ മൃഗമേ അല്ല എന്ന് ഏത് കാലത്താണ് ഇതിൻ്റെ പൂരപ്രേമികൾക്കും ആനപ്രേമികൾക്കും ദേവസ്വം ബോർഡുകാർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും മനസ്സിലാവുക എന്നുള്ളത് ഒരു വിചിത്രമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ വെടിക്കെട്ടിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഒരു 100 കൊല്ലത്തിന് ഇപ്പുറത്തുള്ളൊരു ചരിത്രം മാത്രമേ ആനകളെ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളൂ. അതും വളരെ ചെറിയ തുടക്കകാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ തന്നെ പഴയ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകളും വളരെ കുറച്ച് ആനകളും ഒക്കെ ആയിട്ട് നടന്നിരുന്ന ഒരു സംഗതിയിൽ നിന്ന് ഇത്രയും ജനപ്പെരുപ്പത്തിലേക്കും പൊലിമയിലേക്കും വെടിക്കെട്ടിലേക്കും ആനകളുടെ എണ്ണത്തിന്റെ കൂടലിലേക്കും ഒക്കെ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള പീഡനങ്ങളും കൂടുന്നു എന്നുള്ളതാ വാസ്തവം. ഇതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. ഇതിന് ഈ പറഞ്ഞ വെടിക്കെട്ടിന്റെ പോലെ തന്നെ കുറേ നിയമങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഈ കടുത്ത ചൂടിൽ ആന സ്വയം ഫാനിങ് നടത്തുന്ന സമയത്ത് അത് പറയുന്നത് ആന പഞ്ചവാദ്യത്തിന് താളം പിടിക്കുക എന്ന് പറയുന്ന പൊട്ടത്തരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യുക്തി വേണമല്ലോ. ആനയ്ക്ക് താളം പിടിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു അയുക്തി ഇവർക്ക് മനസ്സിലാവുന്നേ ഇല്ല. തൃശ്ശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആനയെ മുൻനിർത്തി ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഭ്രമം, ഒരു ഭ്രാന്ത്. അതിപ്പോ ഇത്തവണ ആവർത്തിക്കും. ഇത്തവണ ഏതോ 10-15 വർഷം മുന്നേ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ആനയായത്. അതിനൊരു കാരണവശാലും കൊണ്ടുപോകരുത് എന്ന്. പക്ഷേ കോടതി ഉത്തരവുകളൊക്കെ ഉള്ള ഒരു ആനയാണ്. പക്ഷെ എല്ലാ കൊല്ലവും അതിന് സാധിക്കുന്നതിനേക്കാൾ ചെറിയ ചെറിയ ഇളവുകള് വഴിവിട്ട നീക്കത്തിലൂടെ നേടിയെടുത്തിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഈ കേരളത്തിലുള്ള പകുതി മുക്കാൽ ആനകളുടേക്കും ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്നാണ് പറയുന്നത്. അതിന്റെ കണക്കുകളൊക്കെ ലഭ്യമാണ്. അതെ, അതായത് ഇപ്പൊ വ്യക്തികളുടെയും ദേവസ്വം ബോർഡിന്റെയും കയ്യിലുള്ളത് കേരളത്തിലെ 300-300ഓളം ആനകളാണ്. അതിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളത് 13 എണ്ണത്തിന് മാത്രമാണ്. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കയ്യിലില്ലെങ്കിൽ 7 വർഷം തടവും 25,000 രൂപ പിഴയും ചുമത്താവുന്ന ശിക്ഷയാണത്. അപ്പോൾ ഈ ദേവസ്വം ബോർഡുകളും ഈ വ്യക്തികളും കയ്യിൽ വെച്ചിരിക്കുന്ന എഴുന്നള്ളിപ്പിക്കുന്ന വ്യക്തികളൊക്കെ ശരിക്കും ശിക്ഷിക്കപ്പെടാൻ അർഹതയുള്ള വ്യക്തികളാണ്. അതുപോലെ ഈ പൈതൃക സ്വത്തായാണ് ആനയെ കിട്ടിയതെങ്കിൽ കൂടി അതിന് ഹണ്ടിങ് ഓർഡർ വേണം എന്നൊരു നിയമമുണ്ട്. അതായത് ഓരോ ആനയ്ക്കും വേണം. അതായത് ഹണ്ടിങ് ഓർഡർ ഉള്ള ആനയെ മാത്രമേ ചങ്ങലക്കിട്ട് പരിപാലിച്ച് വളർത്താൻ കഴിയുകയുള്ളൂ. അത് അല്ലാത്ത ആനകളൊക്കെ നിയമവിരുദ്ധവും അത് സർക്കാരിന്റെ ഓണർഷിപ്പിലാണ്. അപ്പൊ കേരളത്തിലെ യഥാർത്ഥത്തിൽ ഉള്ള ഈ 15 ആനകൾ ഒഴിച്ചു ബാക്കി 300 ആനകളുടെ മിക്കവാറും എണ്ണം സർക്കാരിന്റെ ഓണർഷിപ്പിലാണ് വരേണ്ടത്. പക്ഷെ അത് ദേവസ്വം ബോർഡിന്റെയും വ്യക്തികളുടെയും കയ്യിലാണ്. അതുപോലെ തന്നെ 2010 ആനയെ പൈതൃക ജീവിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. പ്രൊജക്ട് എലഫന്റ് എന്നൊരു പദ്ധതിയും വന്നു. പക്ഷേ ഈ കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡിന്റെ കർശനമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട് ആനകളെ കൈമാറുന്നത്. അത് പാലിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, വന്യജീവി സംരക്ഷണ നിയമമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തവണ ഭേദഗതികൾക്ക് വിധേയമായിക്കൊണ്ട നിയമം. അത് ഈ ആനകളെ മുൻനിർത്തിയിട്ടാണ്. ആനകളുടെ അനധികൃതമായിട്ടുള്ള കടത്തലിന് വേണ്ടിയിട്ടാണ് ഈ വന്യജീവി സംരക്ഷണ നിയമത്തിലൊക്കെ ഉള്ളത്. അതായത് സാധുവായ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റുള്ള ഈ ബന്ദികളാക്കപ്പെട്ട ആനകളെ വ്യവസ്ഥകൾക്ക് വിധേയമായി മതപരമോ അല്ലാത്തതോ ആയ മറ്റുള്ളതോ ആയ ആവശ്യങ്ങൾക്കായി കൈമാറ്റം ചെയ്യാൻ കൊണ്ടുവരാമെന്നുള്ള ഒരു ഭേദഗതി അതിൽ വന്നു. അപ്പോൾ ഈ ആന ഇതുപോലെ മനുഷ്യാവകാശ സംഘടനകൾ മതപരമോ മറ്റുള്ളതോ എന്നുള്ളതിനെ നിർവചിക്കണം എന്ന് പറഞ്ഞു. മറ്റുള്ളതോ എന്നുള്ള അതിലാ വ്യവസ്ഥയെ നിർവചിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതുവരെ നിർവചിച്ചിട്ടില്ല. അതിന്റെ മറവിലാണ് അത് സമ്മാനം കിട്ടിയതാണ്, ഗിഫ്റ്റ് കിട്ടിയതാണ്, അതുപോലെ ദാനം കിട്ടിയതാണ് എന്നൊക്കെയുള്ള സർട്ടിഫിക്കറ്റ്, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ട് സൃഷ്ടിച്ചിട്ട് ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നിയമലംഘനം നടത്തുന്ന ഒരു മാഫിയ ഏരിയയാണ് ഈ ആനകളുടെ കടത്ത് എന്ന് പറയുന്നത്. ഈ ആനകളെ പീഡിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ.എ. നസീർ 1-2 വർഷം തുടർച്ചയായിട്ട് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ ആനകളുടെ ചിത്രങ്ങൾ പകർത്തിയിരുന്നു. ഇത് സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്ന സമയത്ത് തെളിവായിട്ട് സ്വീകരിച്ചത് ആ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങളായിരുന്നു. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, കാലുകളിലും വ്രണം ബാധിക്കാത്ത ഒരാനകളും പൂരത്തിന് പങ്കെടുത്തിട്ടില്ല. അതിനെ ലൈവായിട്ട് നിലനിർത്തുക എന്നുള്ളത് ഈ പാപ്പാന്മാർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാപ്പാന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, ആനകളുടെ ഉടമസ്ഥരുടെയൊക്കെ അറിവോടുകൂടി തന്നെ ചെയ്യുന്നൊരു സംഗതിയാണ്. ഈ വ്രണം വന്ന ആനകളുടെ മുറിവുകളിലേക്ക് തുണി കുത്തി തിരുകി അതിൻ്റെ മേലെ കറുത്ത പെയിന്റ് അടിച്ച് ഈ വ്രണങ്ങളിൽ മുഴുവൻ കറുത്ത പെയിന്റ് അടിച്ചിട്ടാണ് ഈ ആനകൾ ഉത്സവങ്ങൾക്ക് കൊണ്ട് നിർത്തുന്നത്.
ഈ കൂച്ചുവിലങ്ങ് എന്ന് പറയുന്ന ഈ വ്രണങ്ങളുണ്ടല്ലോ, കൂച്ചുവിലങ്ങിട്ട് നിർത്തുന്ന ആനകളുടെ കാലിൽ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ഒരഞ്ഞ് നമ്മൾ വെറുതെ നോക്കിയാൽ മതി, ആനകളുടെ കാലിൽ മുഴുവൻ കറുത്ത നിറമല്ല, അവിടെ മുഴുവൻ വെളുത്ത കളറായി മാറിയിട്ടുണ്ടാവും ആനകളുടെ. അതില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനെ പെയിന്റ് അടിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ വളരെ കൃത്യമായ സംഗതികളാണ്. അതിനുള്ളിൽ നിന്ന് തുണി വലിച്ചെടുക്കാം, അത്രയും വ്രണമായിട്ടുള്ള സംഗതികൾ ചെയ്യുന്നുണ്ട്. ഈ തോട്ടി എന്ന് പറയുന്ന അനുവദനീയമല്ലാത്ത ആയുധം, കേരളത്തിൽ അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന്, അത് വെച്ച് കണ്ണിലും ചെവിയിലും ഒക്കെ കുത്തും. അത് ചാരി വെച്ചാൽ ആനയ്ക്കറിയാം ഉപദ്രവിക്കപ്പെടുന്നു. ഈ ആന ഉത്സവപ്പറമ്പിൽ അനങ്ങാതെ നിൽക്കുന്നത് അതിൻ്റെ ഭയത്തിൻ്റെ ഓർമ്മയിൽ കൂടിയും അത് നേരിട്ട ക്രൂരതയുടെ ഓർമ്മയിൽ കൂടിയാണത് നിലനിൽക്കുന്നത്. പിന്നെ ഒരു കണക്കുണ്ട്, രാവിലെ 11 മണി മുതൽ 4 മണി വരെയാണ് ഈ കേരളത്തിലെ ആന അടഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ കാലത്ത് ഈ പീരീഡ് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ചാക്ക് നനച്ച് റോഡിൽ മുഴുവൻ ഇട്ട് കൊടുക്കണം. ഇതും ഒരു പ്രഹസനമാണ് സത്യത്തിൽ. അത് ചെയ്യണം, അത് ചെയ്യേണ്ടെന്നല്ല, എപ്പോഴും നനച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? റോട്ടിൽ കൂടെ നടക്കാൻ പറ്റാത്തതും ഈ ചൂടിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റാത്തതും ഈ വെള്ളം ധാരാളം കുടിക്കേണ്ടതും ദിവസവും 20 കിലോമീറ്ററോളം നടക്കുകയും ചെയ്യുന്ന ഒരു വന്യമൃഗമാണ് ആന. അതിന് ഒരു കാലത്തും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പറിച്ചു നട്ടിട്ട് ഇതെല്ലാം നിയമത്തിന്റെ രൂപത്തിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നടക്കില്ല. പിന്നെ ആനകൾ തമ്മിൽ ഉത്സവത്തിന് നിർത്തുമ്പോൾ ഉള്ള അകലത്തിനെ പറ്റിയിട്ടുള്ള കണക്ക്, ഇത് ഇഞ്ചുകൾ അടുപ്പിച്ചടുപ്പിച്ചാ നിർത്തുക. 3 മീറ്റർ വേണമെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. അപ്പോ അന്ന് ഗണേഷ് കുമാർ പരിഹസിച്ചത് ആനകളുടെ തല തമ്മിലാണോ 3 മീറ്റർ, വയറ് തമ്മിലാണോ 3 മീറ്റർ പരിഹസിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ തൃശ്ശൂർ തന്നെ ഇത്തവണ 40 ഡിഗ്രി സെൽഷ്യസിലേറെ ചൂട് ഉണ്ടാവുന്നതാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് ഈ ദിവസങ്ങളിൽ. ഈ ഏപ്രിൽ അവസാന 10 ദിവസം ഭയങ്കര ചൂടാണ്. അതെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മൾക്കൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇത്രയും 10-30-40 ആനകൾ ഒറ്റ സ്ട്രെച്ച് എഴുന്നള്ളിക്കുന്ന ഈ സ്ഥലത്ത് ഇത്രയും കൂടിയ ചൂടിൽ ഇവരെങ്ങനെയാണ് അതിനെ അതിജീവിക്കുക എന്നുള്ളൊരു വലിയ ആശങ്കയായിട്ട് സർക്കാർ മുന്നിൽ ഉണ്ടാകേണ്ടതാണ്. ഈ ഗണേഷ് കുമാറിന്റെ പരിഹാസത്തിനും ആനകൾ ഇപ്പൊ നിലനിൽക്കുന്നതിന്റെ ഒക്കെ പിന്നിൽ വർക്ക് ചെയ്യുന്ന സംഗതി എന്താണെന്ന് അറിയോ? VK വെങ്കടാചലം എന്ന് പറഞ്ഞിട്ട് ഈ ആനകളുടെ ക്രൂരതയ്ക്കെതിരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനുണ്ട്. ആനാവകാശ പ്രവർത്തകനുണ്ട്. അതെ, പ്രവർത്തകനുണ്ട്. അത് ഒരു തരത്തിൽ മനുഷ്യാവകാശ പ്രവർത്തനം കൂടിയിട്ടാ. അദ്ദേഹം പറയുന്ന ഒറ്റ കണക്കിൽ നമുക്ക് ഇതിന്റെ എക്കണോമിക്സ് പിടികിട്ടും. അതായത് ഒരു എഴുന്നള്ളിപ്പിന് പറഞ്ഞിട്ട് തൃശ്ശൂർ പൂരമൊക്കെ എടുത്ത് അതുപോലത്തെ വലിയ പൂരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് ദേവസ്വം ബോർഡുകൾ അല്ലെങ്കിൽ ക്ഷേത്രാധികാരികളുടെ പണം എടുത്തല്ല നടത്തുക, ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ടാണ് നടത്തുക. ഒറ്റ ഇവന്റിന് വേണ്ടിയിട്ട് ഇവർ പിരിക്കുന്ന പണം എന്ന് പറയുന്നത് 5 കോടി രൂപയോളമൊക്കെയാണ് പിരിക്കുക. ഈ ആളുകൾ സംഘാടക സമിതി ചേർന്ന് പിരിക്കുന്നത് 5 കോടി രൂപ. എല്ലാവരും പൈസ കൊടുക്കുകയും ചെയ്യും. കാരണം ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇന്ന ആളാണെന്ന് പറയുന്ന ഈ ആനയുടെ കൂടെ ഈ പറയുന്ന ആളുടെയും പടം വെച്ച് പേര് വെച്ച് ഫ്ലക്സ് അടിക്കുകയും വെക്കുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യും സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട്. ഇതിൽ ഈ പറയുന്ന ഇവന്റിന് വേണ്ടിയിട്ട് ചെലവാക്കുക 2 കോടി രൂപയൊക്കെ ആയിരിക്കും. ഭയങ്കര പൊലിമയോടൊക്കെ തന്നെയാണ് ഇത്. ബാക്കി 3 കോടി രൂപ എന്ന് പറയുന്നത് കണക്കിൽപ്പെടാത്ത ഈ പറയുന്ന ആളുകളുടെ പോക്കറ്റിലേക്ക് ഡയറക്റ്റ് പോകുന്ന പണമാണ്. ഓരോ ഉത്സവ സീസൺ കഴിയുമ്പോഴും ഈ സംഘാടകരുടെ പോക്കറ്റിലേക്ക് പോകുന്ന ഈ കോടികൾ തന്നെയാണ് ഈ പറയുന്ന എല്ലാത്തരം ക്രൂരതകളുടെയും നിയമലംഘനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അവർക്ക് തന്നെ അറിയാം ചെയ്യുന്നത് ക്രൂരതയാണെന്നും ഇതിനകത്ത് ഒരു പ്രേമവും ഒളിച്ചിരിക്കുന്നില്ലെന്നും ഒരു മൃഗസ്നേഹവും ഇല്ലെന്നും ഇതൊക്കെ അറിയാം. പക്ഷെ പണത്തിന് മേലെ ഒരാനയ്ക്കും നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. ഈ എക്കണോമിക്സ് ആണ് രാഷ്ട്രീയ നേതൃത്വത്തെ നിശബ്ദമാക്കുന്നത്, ഉത്സവ മാഫിയകളെ നിശബ്ദമാക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ചെണ്ട കൊട്ടുമ്പോൾ കാലാകാലങ്ങളായിട്ട് ചെവിയായിട്ടിക്കൊണ്ട് താളം പിടിക്കുന്ന ആനയെയും ആടുന്ന ആനയുടെയും എൻ്റെ വീട്ടിൽ ചോറുണ്ടുന്ന ആനയുടെയും ഒക്കെ കണക്ക് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ അനുഭവസ്ഥര് മുന്നിലേക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാര്, നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ എന്താ സംഭവിക്കാന്നറിയില്ല. അത്രത്തോളം തൃശ്ശൂർ മൈതാനത്തിലെ ആനകളെ ശ്രമിക്കുന്ന സ്ഥലത്ത് ആന പിണ്ടിടുന്നത് പോലെ ആസ്വദിച്ച് നിൽക്കുന്ന മനുഷ്യന്മാരെ കാണാൻ ഇപ്പോഴും. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ഭ്രമം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ആനകളുടെ പേര്. ഈ നേരത്തെ നമ്മൾ വെടിക്കെട്ട് അപകടത്തിൽ പെടുന്ന അത് അടിസ്ഥാന വർഗമാണെന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ് ഈ ആനകൾ അടഞ്ഞിട്ടുള്ള അപകടങ്ങളിൽ പെട്ട് മരിക്കുന്ന പാപ്പാന്മാരുടെ എണ്ണം എടുത്താലും അവരുടെ ക്ലാസ് എടുത്താലും മനസ്സിലാവുക. ഇപ്പൊ 2023 മറ്റൊരു കണക്കനുസരിച്ചിട്ട് 8,000 രൂപയാണ് ഇവർക്ക് കിട്ടുന്ന ശമ്പളം. 24 മണിക്കൂറും ഈ ജീവിയുടെ കൂടെ നടന്നിട്ട് കിട്ടുന്ന പണം എന്ന് പറയുന്നത്
അവരുടെ ജീവിത സാഹചര്യം 8,000 രൂപയൊക്കെ കൊണ്ടൊരു ആളുടെ ഒരു കുടുംബത്തിൻ്റെയൊക്കെ ജീവിതം മുന്നോട്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു ആകാരത്തിൻ്റെ ഉന്മാദത്തിൽ അല്ലെങ്കിൽ പലതരം ലഹരികളുള്ള മനുഷ്യന്മാരാണല്ലോ. ആ ഒട്ടും പുരോഗമനപരമല്ലാത്ത കാലക്രമത്തിൽ മാറേണ്ട ഇത്തരം ലഹരികൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിലും അപകടം പെടുന്നത് ഇവരാ. ഒരിക്കലും മാഫിയയുടെ ഭാഗമായിട്ട് ഈ ഏക്കത്തിന് കൊണ്ടുപോകുമ്പോൾ കോടികൾ കൈക്കലാക്കുന്ന ഒരു ബിസിനസ്സുകാരനും ആനയുടെ അടിയിൽ പെട്ടിട്ട് മരിക്കുന്നില്ല. ഒരു ദേവസ്വം ബോർഡുകാരനും ഒരു അപകടവും സംഭവിക്കുന്നില്ല. അപകടം സംഭവിക്കുന്നത് മുഴുവൻ ഉത്സവം കാണാനെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അതിനടിയിൽപ്പെടുന്ന ആ അമ്പലത്തിലെ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ ജീവനക്കാർക്കും ഈ പാപ്പാന്മാർക്കുമാണ് എന്താ പറയുക, ആനയുടെ ആക്രമണം എന്നാണോ പറയേണ്ടത്, ആനയുടെ അസ്വസ്ഥത കൊണ്ട് അത് പ്രകടിപ്പിക്കുന്ന അതിൻ്റെ അസ്വസ്ഥതകളിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ അടിസ്ഥാന വർഗത്തിനാണ്. അത് എല്ലാത്തരം അപകടങ്ങളും നോക്കിയാലും മനസ്സിലാവും. ജീവൻ പോകുന്നത്, ജീവിതം നഷ്ടപ്പെടുന്നത് ഈ പറയുന്ന അടിസ്ഥാന വർഗത്തിനും അവരുടെ കുടുംബങ്ങൾക്കും. ഈ നഷ്ടപരിഹാരം കൊണ്ട് എത്ര ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ കൊടും ചൂടിൽ ഈ പറയുന്ന പോലെ ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിന് നടത്തുന്നതിന് പകരം റോബോട്ട് ആനകൾ എന്ന് പറയുന്നൊരു സംവിധാനം, അത് കേരളത്തിൽ തന്നെ ഇപ്പം പല ക്ഷേത്രങ്ങളിലും ഇത് ഓൾറെഡി തന്നെ നടപ്പിലാക്കി നോക്കിയിട്ടുണ്ട്. അത് ഒരു ബദൽ എന്നുള്ള നിലയിൽ ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിലായാലും കേരളത്തിലെ മറ്റുത്സവങ്ങളുടെ കാര്യത്തിലായാലും ഒരു ബദൽ എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ വേണ്ട തരത്തിലൊരു ആലോചന ഇവിടെ നടക്കുന്നില്ല. കാരണം ഈ റോബോട്ട് ആനകളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ അടുത്ത് പോകുന്നതായാലും അല്ലെങ്കിൽ മറ്റു രീതിയിലായാലും ഒക്കെ അതിന് വേറെ പ്രയാസങ്ങളൊന്നുമില്ല. അതുപോലെ ഈ പറയുന്ന പോലെ നമ്മൾ വലിയൊരു എന്താ പറയാ, മൃഗങ്ങളോട് ചെയ്യുന്നൊരു ദ്രോഹം, ആനകളോട് ചെയ്യുന്നൊരു ദ്രോഹം, ആ ദ്രോഹം ഒരു പരിധി വരെ അവസാനിപ്പിക്കാനും ഇത്തരം ഒരു ബദല് കേരളത്തിലൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. ശരിക്കും മാറ്റാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല ആചാരങ്ങള്. അത് പ്രത്യേകിച്ചും ആചാരം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് വേണ്ടി എന്നാണല്ലോ വെപ്പ്. മനുഷ്യന്മാർക്ക് വേണ്ടി മനുഷ്യന്മാരുണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതില് എന്തായാലും മാറ്റങ്ങള്, ഇത്രയും പേരുടെ ചോരയും ജീവനൊക്കെ എടുക്കുന്ന ഈ ആചാരങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടുള്ള നിരോധിക്കപ്പെടേണ്ട തന്നെയാണെന്നാണ് നമ്മുടെ ഒരു. ഈ കാവുകളുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ കൂടെ ഇല്ലാതിരുന്ന ഒരു ആചാരമായിരുന്നു വെടിക്കെട്ടെന്ന് പറയുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് തെയ്യ മഹോത്സവങ്ങളുടെയും അത്തരം ഇതിന്റെ കൂടെയൊക്കെ ഈ വെടിക്കെട്ട് എന്ന് പറയുന്ന ഒരു ആചാരത്തിനെയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നീലേശ്വരത്ത് 2024 ഉണ്ടായ അപകടം 16 അതിന്റെ ഒരു തെളിവാ. അത് കുറച്ച് ഭീകരമായ അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തുറസായ സ്ഥലത്ത് നടക്കുന്ന വെടിക്കെട്ടുകളാ. പക്ഷെ അവിടെ ഈ കാവുകൾ എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചെറിയ സ്ഥലത്ത് ധാരാളം ആളുകൾ കൂടുന്ന, ഈ വെടിക്കോപ്പുകളൊന്നും സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു ഉത്സവമാണ്. അതിൻ്റെ ഇടയിൽ ഈ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വെടിക്കെട്ടിനെ കൂടി ചേർക്കുമ്പോൾ അത് ഒരിക്കലൊക്കെ അപകടങ്ങൾ സംഭവിച്ചാൽ ഒരിക്കലും അത് തിരുത്തപ്പെടാൻ പറ്റാത്ത ജീവഹാനിയിലേക്കാണ് നയിക്കുക. ഈ കൂട്ടത്തിൽ ഇതുപോലെ ഈ അപകടങ്ങളുടെ ഒരു കണക്കെടുത്താൽ ഇത് വ്യക്തമാണ്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് തൃശ്ശൂര്, പാലക്കാട്, എറണാകുളം, കൊല്ലം തുടങ്ങിയ ഈ വടക്കൻ ജില്ലകളിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതിൽ കോട്ടയത്തുണ്ട്. കാരണം കോട്ടയത്ത് ഈ ഉത്സവങ്ങൾക്കൊപ്പം തന്നെ പള്ളിപ്പെരുന്നാൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പള്ളികളിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ആനകളെ ഉത്സവത്തിന് ഉപയോഗിക്കുന്നതിന്റെ പണ്ട് നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ആന ഇടയുന്നതിന്റെയും മനുഷ്യരെ അപകടത്തിൽപ്പെടുന്നതിന്റെ ഒക്കെ ധാരാളം വിഷ്വൽസ് വരുന്നുണ്ട്. എന്നിട്ടും അതിൻ്റെ ഒരു സ്പെക്ടേറ്റർ എന്നുള്ളൊരു എലമെന്റിന്റെ അപ്പുറത്തേക്ക് ഒരു അപകടത്തിനെ ആസ്വദിക്കുന്ന ഒരു തരം മാനസികാവസ്ഥയിലേക്ക് പോവാന്നല്ലാതെ ഇത് നിരോധിക്കണം എന്ന് ഒരു സ്ഥലത്തൊന്നും ആവശ്യം വരുന്നില്ല. ആനകളുടെ പേരിലൊരു വ്യാജ കഥകൾ കെട്ടിവെച്ചുകൊണ്ട് സ്റ്റാർഡം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര ഹീറോസ് ആണ്. വലിയ ഫ്ലക്സുകളൊക്കെ വെച്ചുകൊണ്ട് ഓരോ പേരുകളൊക്കെ കൊടുത്തിട്ട് എന്തോ ഒരു സിനിമയിലെ നായകന്മാരെ പോലെയാണ് എഴുന്നള്ളിക്കുന്നത്. മാത്രമല്ല അതിന്റെ പേരില് നാട്ടിൻപുറങ്ങളിൽ അരങ്ങേറുന്ന ജാതീയമായിട്ടും മതപരമായിട്ടും സംഘർഷങ്ങളും അതിന്റെ പേരിൽ കൂടിയിട്ടുണ്ട്. ഈ സംഘങ്ങളയച്ച് മത്സര വെടിക്കെട്ട് പോലെ തന്നെ ഈ മത്സര എഴുന്നള്ളിപ്പുകൾ നടത്തി ആനകളുടെ പേര് മാത്രമല്ല പീഡനം, അതൊരു ക്രമസമാധാന, അതായത് നമ്മുടെ കേരളത്തിലെ ഉത്സവങ്ങളിൽ വന്നിരിക്കുന്ന ഈ വയലൻസിന്റെ ലെവല് വളരെയധികം ഇത്തരം ഇതൊക്കെ ശരിക്കും ഒരേ പാറ്റേണിലുള്ള നിയമലംഘനങ്ങളാണ് ശരിക്കും തുടർച്ചയായിട്ട് കാണാൻ പറ്റും. അതിനെ ഒന്നും അഡ്രസ് ചെയ്യാതെ വെറും മതപരമായിട്ടുള്ള ആചാരം എന്നും പരിഗണിക്കുകയാണെങ്കിൽ ഈ വെടിക്കെട്ട് അപകട മരണങ്ങളും തൃശ്ശൂർ പൂരത്തിന്റെ ആയാലും ഈ ആന എഴുന്നള്ളിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ തുടരാനാണ് സാധ്യത.
ഇതിനകത്ത് രാഷ്ട്രീയം കൂടെ പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. മുമ്പൊക്കെ നമ്മൾ ആനച്ചമയം എന്നൊക്കെ പറഞ്ഞിട്ട് തൃശ്ശൂരിൽ കാണാൻ പോയിരുന്നു. അധികം ആളുകളൊന്നുമില്ല, പക്ഷെ ചെറിയ രീതിയിലുള്ള ചമയങ്ങളൊക്കെ കാണുന്നത് ഒരു സന്തോഷമൊക്കെ തന്നെയായിരുന്നു. ഇതിൻ്റെ പിന്നീടാണ് അതിൻ്റെ വിരുദ്ധത നമുക്ക് പിടിയിട്ടുന്നത്. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം പോയി കണ്ടിട്ടുള്ളൊരു സംഗതിയൊക്കെയാണ്. കുടമാറ്റവും അതുപോലെയുള്ളൊരു സാധാരണ കുടയൊക്കെ വെച്ച് പല നിറങ്ങളിലായിരുന്നു അതിനകത്ത് സംഗതികൾ നിലനിന്നിരുന്നത്. അതിലേക്ക് രാഷ്ട്രീയം കയറി വരുന്നത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു. കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 10-20 വർഷമായിട്ട് കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പരിസരത്തിൽ എങ്ങനെയാണ് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ടും നഗരത്തെ കേന്ദ്രീകരിച്ചിട്ടും ഹിന്ദുത്വ അധിനിവേശം നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഗംഭീര എക്സാമ്പിളാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതിലേക്ക് ഈ കുടമാറ്റം എന്ന് പറയുന്ന ആ ആചാരം ഉണ്ടല്ലോ, അതിലേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രതീകങ്ങൾ കടന്നു വന്നിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സവർക്കറുടെ ചിത്രം, സാധാരണ വെറും നിറമുള്ള കുടകൾ എന്നുള്ളതിന് പകരം പിന്നീട് അതിൻ്റെ അലങ്കാരങ്ങളിൽ മാറ്റം വന്നു, ചിഹ്നങ്ങൾ വരാൻ തുടങ്ങി. സവർക്കറുടെ പടം വെച്ചിട്ടുള്ള ഒരു കുടമാറ്റത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ സകല ജാതി മതേതര സ്വഭാവത്തെ മട്ടിമറിച്ചുകൊണ്ടാണ് അത് സംഭവിച്ചത്. അത് വന്നില്ല, അതിനു മുമ്പ് ഈ ആനച്ചമയത്തിൽ ഇത് കണ്ടുപിടിക്കുകയും അവരത് മാറ്റിക്കളയുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ തവണ 2024 എൻ്റെ ഓർമ്മ, അയോധ്യ ക്ഷേത്ര പണിത സമയത്ത് ആ ഒരു ആരവം നിലനിൽക്കുന്ന സമയത്ത് നടന്ന തൃശ്ശൂർ പൂരത്തിൽ വില്ല് കുലച്ച രാമൻ്റെ ഒരു കൊടയുടെ രൂപത്തിൽ, കൊട എന്നുള്ള കൺസെപ്റ്റൊക്കെ മാറി അതിൻ്റെ ആ രൂപത്തിലുള്ള ഒരു സംഗതി ഇതിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ഒരു ആചാരമായിട്ട് മാറും. അന്ന് ആരും, ഒരു ഇടതുപക്ഷ സംഘടനകളും കുറച്ച് നമ്മളെ പോലുള്ള കുറച്ച് മാധ്യമങ്ങൾ ചെയ്തെന്നല്ലാതെ ഒരാൾക്കും അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇതിൻ്റെ രാഷ്ട്രീയത്തിനെ എങ്ങനെയാണ് മാഫിയകളും രാഷ്ട്രീയ നേതൃത്വവും ഹൈജാക്ക് ചെയ്യുന്നത്, പതുക്കെ നോർമലൈസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഇന്നിപ്പോൾ നടന്നിട്ടുള്ള വെടിക്കെട്ട് അപകടമായാലും, ഇപ്പോൾ തൃശ്ശൂർ പൂരം നടക്കാനിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു വെയിലത്ത് നിൽക്കാൻ പോകുന്ന ആനകളൊക്കെ ആണെങ്കിലും ഈ ഒരു ബാന്ധവം ഉണ്ടല്ലോ, ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ അതിനോട് അഭിപ്രായ വ്യത്യാസമില്ലാത്ത മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയൊക്കെ നിശബ്ദതയോ അതിനോട് ചേർന്ന് നിൽക്കുക. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി മുതൽ കെ രാജൻ വരെ ക്ഷേത്ര നടത്തിപ്പുമായിട്ട് ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് പറയുന്നതാണ് അതിന്റെ രാഷ്ട്രീയം. ബിനോയ് വിശ്വം എന്ന് പറഞ്ഞിരിക്കുന്നത് മതപണ്ഡിതരും ദേവസ്വം വിശ്വാസികളായിട്ടുള്ള സമൂഹവും ഒന്നിച്ചേർന്ന് മുൻവിധികളില്ലാതെ ഇതിനെക്കുറിച്ചൊരു വെടിക്കെട്ടിനെ കുറിച്ച് പുനരാലോചന നടത്തണം എന്നാണ്. ശരിക്കും നമ്മുടെ ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ആചാര്യന്മാരുടെ വേണമെന്ന് പറയുന്നതിനോട് തുല്യമായതാണ്. ശരിക്കും ഇതില് വെടിക്കെട്ടിന്റെ കാര്യത്തിൽ മതപണ്ഡിതന്മാരോ ദേവസ്വം ബോർഡോ ഒന്നല്ല തീരുമാനം എടുക്കേണ്ടത്, സർക്കാരാണ്. ആ നിയമലംഘനം കണ്ടെത്തി അതിനെതിരെ കർശനമായ നടപടി എടുക്കുകയാണ്. അത് നിരോധിക്കുകയാണ് വേണ്ടത്. ശരിക്കും നിയമലംഘനം നടത്തുന്ന സംഭവം എന്നുള്ള രീതിയിൽ നിരോധിക്കുകയാണ് ശരിക്കും വേണ്ടത്. അതിനു പകരം ഒരു ഹിന്ദുത്വ ആചാര പ്രതിഷ്ഠിക്കുന്ന, കൂടുതൽ രൂഢമൂലമാക്കുന്ന രീതിയിലാണ് തൃശ്ശൂരിലെ എല്ലാത്തരം രാഷ്ട്രീയ പാർട്ടിക്കാരും സംവിധാനങ്ങളും സംസാരിക്കുന്നത്.